മോഡൽ ഓക്സിലറി വെബ്സ് കൃത്യമായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ക്വാളിറ്റിയുള്ള 3 കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 13 മോഡൽ ഓക്സ് വെബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. There are 13 മോഡൽ ഓക്സ് വെബ്സ് ഇൻ ഇംഗ്ലീഷ്. നമുക്കെല്ലാം കൃത്യമായി പ്രൂഫോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മോഡൽ ഓക്സിലറി വെബ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോർ മോഡൽ ഓക്സ് വെബ്സ് ആൻഡ് സെമി മോഡൽ ഓക്സ് വെബ്സ്. കോർ മോഡൽ ഓക്സ് വെബ്സ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മസ്റ്റ്. There are 9 core model aux verbs and there are 4 semi model auxiliary verbs: dare, need, ought to and used to. മോഡൽ ഓക്സ് വെബ്സിന്റെ മീനിങ് ലഭിക്കുന്ന കുറച്ച് വെർബുകൾ കൂടിയും നമുക്ക് പരിചയപ്പെടാം. ഹാവ് ടു ഓർ ഹാവ് ഗോട്ട് ടു, ബി ഗോയിങ് ടു ആൻഡ് ബി ഏബിൾ ടു. ഇവയും മോഡൽ ഓക്സ് വെബ്സിന്റെ മീനിങ് ലഭിക്കുന്ന ചില പ്രയോഗങ്ങളാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മോഡൽ ഓക്സിലറി വെബ്സിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് ഒറ്റ വീഡിയോയിൽ നടക്കുന്ന കാര്യമല്ല. എങ്കിലും പരമാവധി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്യാൻ എന്ന മോഡൽ ഓക്സ് വെബിനെ കുറിച്ചാണ്. ക്യാനെ കുറിച്ച് പറയുകയാണെങ്കിൽ 11 വ്യത്യസ്തമായ സിറ്റുവേഷനിൽ ക്യാൻ എന്ന മോഡൽ ഓക്സ് വെബ് ഉപയോഗിക്കാൻ സാധിക്കും. 2 മണിക്കൂറെങ്കിലും ക്യാനിനെ കുറിച്ച് മാത്രം പറയാനുണ്ടെന്ന് സാരം. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ക്യാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ക്യാൻ എന്നതിന് എന്താണ് മീനിങ്? ക്യാൻ എന്ന വാക്കിന് മീനിങ് ഇല്ല. അത് സിറ്റുവേഷനിലാണ് ആ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് 3 തരം സെന്റൻസുകൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിറ്റുവേഷനിൽ അവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻ എന്നത് മോഡൽ ഓക്സ് വെബ് ആണ്. അത് ഏത് തരം സെന്റൻസിലാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ മീനിങ് വരിക. അത് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഷാൽ വി റീഡ് ദ തിയറി ഓഫ് ക്യാൻ? ക്യാനിന്റെ തിയറി നമുക്ക് ഒന്ന് വായിച്ചാലോ? വി യൂസ് ക്യാൻ ടു സേ ദാറ്റ് സംതിങ് ഈസ് പോസിബിൾ ഓർ അലൗഡ് or that somebody has the ability to do something. നമുക്ക് ഇവ ഓരോന്നും പരിചയപ്പെടണം. 3 വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. somebody has the ability, the ability അല്ല the ability. വവൽ സൗണ്ട്സിന് മുമ്പ് the എന്നാണ് ഉച്ചരിക്കേണ്ടത്. somebody has the ability to do something. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയാൻ നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ പറയണമെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജസ് ഏതെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? കേട്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം, ഒരു പ്രാവശ്യം വീഡിയോ കാണുക. 2ാമത് വീഡിയോ കാണുന്ന സമയത്ത് ഓരോ സെന്റൻസുകൾ കഴിയുമ്പോഴും വീഡിയോ പോസ് ചെയ്ത് ഉറക്കെ പറയണം. എങ്കിൽ മാത്രമേ ഇത്തരം സെന്റൻസുകൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുള്ളൂ, പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ധൈര്യമായി പഠിക്കാൻ നമുക്ക്. കാരണം നമ്മൾ കാണുന്നത് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ആണ്, ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്. ക്യാൻ എന്ന മോഡൽ ഓക്സ് വെബിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സ്പീക്ക്, കം, ബി, ഇതെല്ലാം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. യൂസ് ഒക്കെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. തീർച്ചയായും ഒരു ചോദ്യം വന്നേക്കാം, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണോ ക്യാനിന് ശേഷം എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കേണ്ടത്? ഒരിക്കലുമല്ല. വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഷീ കാൺട്ട് ഹാവ് ഗോട്ട് മൈ മെസ്സേജ്. ഈ സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. കാൺട്ട്, ഹാവ്, ഗോട്ട്, ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാൺട്ട് ഹാവ് ബീൻ. പല കാര്യങ്ങളും ക്യാൻ എന്ന മോഡൽ ഓക്സ് വെബിനെ കുറിച്ച് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നമുക്ക് വിജയിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ക്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതി നമുക്ക് പരിചയപ്പെടാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേ ദാറ്റ് സംതിങ് ഈസ് പോസിബിൾ. സാധ്യമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. അതായത് ഈ ഒരു എക്സാമ്പിൾ സെന്റൻസ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. വി ക്യാൻ സീ ദ ലേക്ക് ഫ്രം അവർ ഹോട്ടൽ. വി ക്യാൻ സീ, നമുക്ക് കാണാൻ സാധിക്കും, സാധ്യമാണത്. വി ക്യാൻ സീ ദ ലേക്ക് ഫ്രം അവർ ഹോട്ടൽ. നമ്മുടെ ഹോട്ടലിൽ നിന്നും ലേക്ക് കാണാൻ സാധിക്കും, അത് സാധ്യമാണ്. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. I can see, we can see, she can see, they can see. ഏത് സബ്ജക്റ്റ് ഉപയോഗിച്ചാലും ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്യാൻ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഇനി നമുക്ക് ക്യാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ രീതി പരിചയപ്പെടാം. സംതിങ് ഈസ് അലൗഡ്. ഒരു കാര്യം ചെയ്യാൻ അനുവാദമുണ്ട് എന്ന മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് നമ്മൾ കാണാൻ സാധിക്കും. ഐ ഡോണ്ട് ഹാവ് എ പെൻ. എനിക്ക് പേനയില്ല. ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഇത് എ എന്ന വ്യക്തി പറയുന്നു. ആ സമയത്ത് ബി പറയാണ്, യു ക്യാൻ യൂസ് മൈൻ. നിനക്ക് എൻ്റെ ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് മൈൻ. ദാറ്റ് മീൻസ് യു ആർ അലൗഡ് ടു യൂസ് മൈ പെൻ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അനുവാദമുണ്ട് എന്നൊരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ക്യാൻ എന്ന മോഡൽ വർക്ക്ഷോപ്പ് ഏത് സെന്റൻസിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ക്യാനൊരു മീനിങ് ഉണ്ടോ? ഇല്ല. ക്യാൻ ഏത് സെന്റൻസിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മീനിങ് ലഭിക്കുക. ക്യാൻ എന്ന മോഡൽ വർക്ക്ഷോപ്പിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? cannot ഓർ can't. സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക. can't. I am afraid I can't come to the party on Friday. I'm afraid I can't come to the party on Friday. എനിക്ക് പാർട്ടിയിലോട്ട് വെള്ളിയാഴ്ച വരാൻ സാധിക്കില്ല. അതായത് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വെള്ളിയാഴ്ച സാധിക്കില്ല എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഐ എം അഫ്രൈഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഒരു രീതിയാണ്. ഐ എം സോറി എന്നൊരു മീനിങ് ആണ് അവിടെ നമുക്ക് ലഭിക്കുക. ഐ എം അഫ്രൈഡ്, ഇറ്റ്സ് എൻ ഇഡിയം. അതൊരു ഇഡിയമാണ്. I am afraid is an idiom. It is used as a polite way of telling somebody something that is unpleasant or disappointing or that you are sorry about. I am afraid എന്ന ഇഡിയം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. വെള്ളിയാഴ്ച എനിക്ക് പാർട്ടിക്ക് വരാൻ സാധിക്കില്ല കേട്ടോ, സോറി. ആ ഒരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. I am afraid I can't come to the party on Friday. ഓരോ സെന്റൻസുകളും കേൾക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്ത് അതുപോലെ ഉറക്കെ പറയാൻ ശ്രമിക്കണം. അപ്പോൾ അത്തരം സെന്റൻസുകൾ പരിചയമായി നമുക്ക്. 11 വ്യത്യസ്തമായ സിറ്റുവേഷൻസിൽ ക്യാൻ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 3 നമ്മൾ മനസ്സിലാക്കി, ഏറ്റവും ആവശ്യമുള്ളത്. ഇനി നമുക്ക് കുഡ് എന്താണെന്ന് മനസ്സിലാക്കാം. കുഡ് എന്ന മോഡൽ വർക്ക്ഷോപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള 2 തെറ്റായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഒരിക്കലുമല്ല, അത് തെറ്റാണ്. ക്യാൻ എന്നത് ഒരു മോഡൽ വർക്ക്ഷോപ്പാണ്. കുഡ് എന്നത് വേറൊരു മോഡൽ വർക്ക്ഷോപ്പാണ്. ചില സിറ്റുവേഷൻസിൽ ക്യാൻ്റെ പാസ്റ്റ് ഫോമായി കുഡ് ഉപയോഗിക്കും. ചില സിറ്റുവേഷൻസിൽ മാത്രം. ചില സിറ്റുവേഷൻസിൽ ക്യാനിന് പകരക്കാരനായി കുഡ് ഉപയോഗിക്കും. ചില സിറ്റുവേഷൻസിൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. കുഡ് എന്ന മോഡൽ വർക്ക്ഷോപ്പ് 7 സിറ്റുവേഷൻസിൽ ഉപയോഗിക്കും. ക്യാനിന് പകരമായി കുഡ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്യാനും കുഡും ഉപയോഗിക്കാം. ഈ സിറ്റുവേഷനിൽ ക്യാനിനേക്കാളും കൂടുതൽ പൊളൈറ്റ് ആണ് കുഡ്. നമുക്ക് എക്സാമ്പിൾ സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ക്യാൻ യു ഓപ്പൺ ദ ഡോർ പ്ലീസ്? ആ വാതിലൊന്ന് തുറക്കാമോ എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇതൊരു റിക്വസ്റ്റ് ആണ്. കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ്? ആ വാതിലൊന്ന് തുറക്കാമോ? ക്യാനിനേക്കാളും കൂടുതൽ പൊളൈറ്റ് ആണ് കുഡ് ഈ സിറ്റുവേഷനിൽ.
അപ്പോൾ നമുക്ക് ക്യാനിൻ്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ സിറ്റുവേഷനിൽ ക്യാനിൻ്റെ പകരക്കാരനാണ് കുഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യാനിൻ്റെ പാസ്റ്റ് ഫോമായി കുഡ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ സിമ്പിളാണത്. എനിക്ക് 2 ലാംഗ്വേജസ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് പ്രസന്റ് എബിലിറ്റി ആണ്. അവിടെ ഞാൻ ഉപയോഗിക്കേണ്ടത് ക്യാൻ ആണ്. ഐ ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്. എനിക്ക് 2 ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഐ ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്. ഇതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് എനിക്ക് 10 വയസ്സുള്ള സമയത്ത് 2 ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കേണ്ടത് കുഡാണ്. ഐ കുഡ് സ്പീക്ക് 2 ലാംഗ്വേജസ് വെൻ ഐ വാസ് 10. 10 വയസ്സുള്ള സമയത്ത് എനിക്ക് 2 ലാംഗ്വേജസ് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഐ കുഡ് സ്പീക്ക് 2 ലാംഗ്വേജസ് വെൻ ഐ വാസ് 10. ഇത് ഉറക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. നമുക്കൊരു എക്സാമ്പിൾ സെന്റൻസ് ഇവിടെ വായിക്കാം. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് സ്പീക്ക് 5 ലാംഗ്വേജസ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 5 ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവിടെ ക്യാൻ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 5 ലാംഗ്വേജസ് സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അർത്ഥം വരിക. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഡ് എന്ന മോഡൽ വർക്ക്ഷോപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക്, 2 മിസ്റ്റേക്സിനെ കുറിച്ച്. അതിലൊരു മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ക്യാനിൻ്റെ പാസ്റ്റ് അല്ല കുഡ്. ചില സിറ്റുവേഷനിൽ മാത്രം ക്യാനിൻ്റെ പാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. അത് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, അവൾക്ക് നമ്മളെ വിളിക്കാൻ സാധിച്ചു. അവൾക്ക് ഇന്നലെ നമ്മളെ വിളിക്കാൻ സാധിച്ചു എന്ന സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ സാധിക്കുക? അവൾക്ക് ഇന്നലെ നമ്മളെ വിളിക്കാൻ സാധിച്ചു എന്ന് ഈ രീതിയിൽ പറയാൻ സാധിക്കില്ല. ഇത് തെറ്റായ രീതിയാണ്. ഷീ കുഡ് കോൾ us yesterday. ദാറ്റ് ഈസ് റോങ്. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് മാനേജ് ടു എന്ന ഫോം അല്ലെങ്കിൽ വാസ് വെയർ ഏബിൾ ടു എന്ന ഫോമാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അത് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ. റെക്കോർഡഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനും അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണാൻ സാധിക്കും. അത് ലഭ്യമാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് വാസ് വെയർ ഏബിൾ ടു അല്ലെങ്കിൽ മാനേജ് ടു ആണ് ഉപയോഗിക്കേണ്ടത്, കുഡ് അല്ല എന്ന് കൃത്യമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, ക്വാളിറ്റിയുള്ള ചാനൽസ് ആണ് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സമയം ചെലവാക്കുകയും തെറ്റായ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുണ്ടാവരുത്. മോഡൽ ഓക്സിലറി വെബ്സിനെ കുറിച്ചിട്ടുള്ള പല ചെറിയ വീഡിയോസും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, പലതും മനസ്സിലാക്കണം. ഒറ്റ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല മോഡൽ ഓക്സിലറി വെബ്. കുറേ സെന്റൻസ് കൂടി പരിചയപ്പെടാം. ഇവിടെ മേ, മൈറ്റ്, വിൽ, ഷാൽ, ഷുഡ്, മസ്റ്റ്, യൂസ് ടു ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഓരോ സെന്റൻസ് പറഞ്ഞ് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം, അതിന്റെ തിയറിയും ഞാൻ മനസ്സിലാക്കി തരാം. ഈ സെന്റൻസുകളിലെല്ലാം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം മോഡൽ വർക്ക്ഷോപ്പിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ല. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. നമുക്ക് എന്തായിരുന്നാലും ഈ സെന്റൻസുകൾ വായിക്കാം. ഇതിന്റെ മീനിങ് എന്താണ്, ഓരോ മോഡൽ വർക്ക്ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് മീനിങ് വ്യത്യാസം വരുന്നു എന്നൊക്കെ നോക്കാം. ഷീ മേ കം ഹിയർ ടുമാറോ. അവൾ ഒരു പക്ഷേ നാളെ ഇങ്ങോട്ട് വന്നേക്കാം. ഷീ മേ കം ഹിയർ ടുമാറോ. മേ എന്നതിന് പകരം മൈറ്റും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു വ്യത്യാസവുമില്ല, ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായും സംശയമുണ്ടായേക്കാം. അതിനുള്ള പ്രൂഫ് ഇതാണ്. We use may or might to say that something is possible. You can use may or might. May അല്ലെങ്കിൽ might നമുക്ക് ഉപയോഗിക്കാം. She might know. അവൾക്ക് ഒരു പക്ഷേ അറിവുണ്ടായിരിക്കാം. She may know.
അവൾക്ക് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കാം. ഷി മേ നോ മൈ ഫോൺ നമ്പർ. ഒരുപക്ഷെ അവൾക്ക് എൻ്റെ ഫോൺ നമ്പർ അറിയാമായിരിക്കാം. മേയോമായിട്ട് നമുക്ക് ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. ഒരു വ്യത്യാസവുമില്ല. ഷി വിൽ കം ഹിയർ ടുമാറോ. അവൾ നാളെ ഇങ്ങോട്ട് വരും. അവൾ നാളെ ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ അത് 100% ഉറപ്പാണ്. ഷി വിൽ കം ഹിയർ ടുമാറോ. നാളെ അവൾ ഇങ്ങോട്ട് വരും. ഷീ മൈറ്റ് കം ഹിയർ ടുമാറോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നേക്കാം. ഇത് ഉറപ്പ് കുറവാണ്. അതുകൊണ്ടാണ് മേ അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കുന്നത്. ഉറപ്പില്ല, 100% ഉറപ്പില്ല. ഒരു പക്ഷേ അവൾ വന്നേക്കാം. ഒരു പക്ഷേ എന്നൊരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മേ മൈറ്റ് ഉപയോഗിക്കുന്നത്. ഷീ മൈറ്റ് കം ഹിയർ ടുമാറോ. അവൾ ഒരു പക്ഷേ നാളെ ഇങ്ങോട്ട് വന്നേക്കാം. അവൾ നാളെ ഇങ്ങോട്ട് വരും. ഷീൽ കം ഹിയർ ടുമാറോ. ഇവിടെ നമുക്കിത് ഷോർട്ട് ഫോം ആയിട്ട് ഷീൽ കം ഹിയർ, ഷീൽ കം ഹിയർ, ഷീൽ കം ഹിയർ ടുമാറോ. അവൾ നാളെ ഇങ്ങോട്ട് വരും. ഇവിടെ ഷാൽ ഉപയോഗിക്കുമ്പോൾ ഷാൽ വി കോൾ ഹിം റൈറ്റ് നൗ. നമുക്ക് അവനെ ഇപ്പോൾ വിളിച്ചാലോ? ഷാൽ വി കോൾ ഹിം റൈറ്റ് നൗ. നമുക്ക് അവനെ ഇപ്പോൾ വിളിച്ചാലോ? ഷാലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. നമുക്ക് അവനെ വിളിച്ചാലോ ഇപ്പോൾ? ഇതാണ് അതിൻ്റെ അർത്ഥം. ഷുഡും മസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഉപദേശം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നെക്സ്റ്റ് ഫ്രൈഡേ. അടുത്ത വെള്ളിയാഴ്ച നീ ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നു. ഷുഡിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നെക്സ്റ്റ് ഫ്രൈഡേ. ഇവിടെ ഷുഡിന് പകരം മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന മീനിങ് ആണ് വരിക. യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നെക്സ്റ്റ് ഫ്രൈഡേ എന്നതിന് പകരം യു മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ് നെക്സ്റ്റ് ഫ്രൈഡേ. അടുത്ത വെള്ളിയാഴ്ച നീ നിർബന്ധമായും ഇംഗ്ലീഷ് സംസാരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണോ മസ്റ്റ് ഉപയോഗിക്കുന്നത്? അല്ല. അത് നമുക്ക് മറ്റു വീഡിയോസിൽ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം ഞാൻ പറയാൻ പോകുന്നത് യൂസ് ടു എന്ന മോഡൽ ഓക്സോബിനെ കുറിച്ചാണ്. യൂസ് ടു എന്ന മോഡൽ ഓക്സോബിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് പാസ്റ്റ് കാര്യമാണ് പറയുന്നത്. ഐ യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൻ ഐ വാസ് 15. 15 വയസ്സുണ്ടായ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. 15 വയസ്സുള്ള സമയത്ത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു. 15 വയസ്സുള്ള സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ യൂസ് ടുന് പകരം ഇവിടെ കുഡ് ഉപയോഗിക്കണം. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെൻ ഐ വാസ് 15. വാട്സപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ആശയം വളരെ നല്ലതാണ്. പക്ഷേ കോഴ്സ് ഫീ അടയ്ക്കേണ്ടത് ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. അതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. കേംബ്രിഡ്ജ് വാട്സപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സൗജന്യമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൗജന്യമായ ആ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് നെയിം, വാട്സപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ് ഇവയെല്ലാം 82815556 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം. കോഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.